നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഇപ്പോൾ നല്ല തകൃതിയായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. മാത്രമല്ല, പ്രചാരണത്തിനിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥിയുടെയും പ്രചാരകരുടെയും ഒക്കെ ആ ഒരു സെറ്റപ്പും ഗെറ്റപ്പും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ബ്യൂട്ടി പാർലറുകളിൽ വരെ പോയി വേണമെങ്കിൽ മുഖമൊക്കെ മിനുക്കി ഒരു ഫോട്ടോഷൂട്ടും കഴിഞ്ഞാണ് വരുന്നതെന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പാർട്ടിയെ സൂചിപ്പിക്കുന്ന തൊപ്പിയും ഷാളും ഒക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കതിനെ തന്ത വൈബ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥികളെ സ്റ്റൈലിഷ് ആക്കാൻ ഒരുങ്ങുകയാണ് നെല്ലായി പഞ്ചായത്തിലെ അയ്യത്തൊടി ഗിരീഷിന്റെ മാരായമംഗലത്തെ കൈത്തറിക്കടയിലെ കരമുണ്ടുകൾ. കസവിന്റെ കരയും ഷർട്ടിന്റെ നിറത്തിലുള്ള കരയും മറ്റ് പല ഡിസൈനുകളും നമ്മൾ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. എന്നാൽ ഇത്തവണ പാർട്ടി ചിഹ്നങ്ങൾ എഴുതിയ കരകളാണ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗിരീഷ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിലൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ ഒരു കരമുണ്ടുകൾ അവതരിപ്പിച്ച് 6 ദിവസത്തിനകം 1500ഓളം മുണ്ടുകളാണ് ഓൺലൈനായി തന്നെ വിറ്റുപോയത്. ഇതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ് ഇപ്പോൾ ഗിരീഷ് ഉള്ളത്. 10 വർഷം കുവൈറ്റിൽ മെക്കാനിക്കൽ ഫീൽഡിലായിരുന്ന ഗിരീഷ് കോവിഡിന് തൊട്ടു മുമ്പാണ് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ആശയത്തോടു കൂടി എത്തുന്നത്. പാർട്ടി ചിഹ്നങ്ങൾ മുണ്ടിൻ്റെ കരയാക്കാനുള്ള ആശയം ഒരു പരീക്ഷണം എന്ന വണ്ണമാണ് ഗിരീഷ് നെയ്ത്തുകാരോട് പറഞ്ഞത്. എന്നാൽ ഇത് ഇത്രത്തോളം ഹിറ്റാകുമെന്ന് ഗിരീഷ് പോലും പ്രതീക്ഷിച്ചില്ല. കുമരപാളയത്തെ നെയ്ത്തുകാരിൽ നിന്നാണ് കൈത്തറി മുണ്ടുകൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. CPM, കോൺഗ്രസ്, BJP, ലീഗ് അങ്ങനെ തുടങ്ങി എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയും ചിഹ്നങ്ങളുള്ള മുണ്ടുകളാണ് ഇപ്പോൾ ഗിരീഷിന്റെ കൈത്തറി കടയിൽ റെഡിയായിരിക്കുന്നത്. വനിതാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൈത്തറി സാരിയും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഗിരീഷ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.